എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം 1995 പ്രകാരം നൽകി വരുന്ന കുറഞ്ഞ പെൻഷൻ 1000 രൂപയിൽ നിന്നും 7500 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് BMS ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി MP രാജീവൻ ആവശ്യപ്പെട്ടു. പാലക്കാട് BMS ജില്ലാ ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 25-ന് BMS സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് നൽകാനുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം പാലക്കാട് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് 2020, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ 2020 എന്നീ ലേബർ കോഡുകളിൽ തൊഴിലാളികൾക്കുള്ള ആശങ്ക പരിഹരിക്കുക, ത്രികക്ഷി സംവിധാനം ഫലപ്രദവും അർത്ഥവത്താക്കുകയും അടിയന്തരമായി ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയും ചെയ്യുക, എല്ലാവിധ സ്കീം വർക്കർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കുക, EPS 1995-ൽ ചുരുങ്ങിയ പെൻഷൻ 1000 രൂപയിൽ നിന്ന് 7500 രൂപയായി വർദ്ധിപ്പിക്കുക, NTC മിൽ, HEC റാഞ്ചി, ITI, HMT തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ബാങ്കിംഗ് വ്യവസായ മേഖലയിൽ 5 ദിന ജോലി സമയം നടപ്പാക്കുക, ESI, EPF-ന്റെ വേതന പരിധി വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലാളികളെ ഗുണഭോക്താക്കളാക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16, 21-ന്റെ അടിസ്ഥാനത്തിൽ സ്കീം വർക്കർമാരെയും കോൺട്രാക്ട് തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ ആദ്യമായിട്ട് പറയുന്നത് ഇപ്പം ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് 2020, അതുപോലെ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ 2020 എന്നീ ലേബർ കോഡുകളിൽ തൊഴിലാളികൾക്കുള്ള ആശങ്ക പരിഹരിക്കണം. അതായത് നമ്മൾ അതിന് പറയുന്നത് അന്ത്യോദയ പദ്ധതിയുണ്ട്. ആ അന്ത്യോദയയുടെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും നീതി ഉറപ്പാക്കുന്ന വിധത്തിൽ തൊഴിൽ നിയമങ്ങൾ കൃത്യവും സമഗ്രവുമായിട്ട് നടപ്പാക്കണം. ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ത്രികക്ഷി സംവിധാനം, അതായത് നമ്മുടെ തൊഴിൽ മേഖലയിൽ നയരൂപീകരണങ്ങൾ എടുക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ത്രികക്ഷി സംവിധാനമാണ്. അതായത് ട്രേഡ് യൂണിയൻ പ്രതിനിധി, മാനേജ്മെന്റ് പ്രതിനിധി, സർക്കാർ പ്രതിനിധി. ഈ ത്രികക്ഷി സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കണം, അത് മുമ്പോട്ട് പോകണം എന്നതാണ് നമ്മൾ അതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് അടിയന്തരമായും ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കണം. ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികളുടെ നയരൂപീകരണം നടക്കുന്ന പ്രധാനമന്ത്രി ഇതായിട്ടുള്ള ചെയർമാനായിക്കൊണ്ടുള്ള ഈ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് താമസം കൂടാതെ വിളിച്ചു ചേർക്കണം. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യണം. പിന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് സ്കീം വർക്കേഴ്സ്, എല്ലാ സ്കീം വർക്കർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം അംഗൻവാടി, ആശാ വർക്കർ, ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ജീവനക്കാർ തൊഴിലാളികളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നത് EPS, അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ മിനിമം പെൻഷൻ 7500 രൂപയായി ഉയർത്തണം. ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലപുരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുരളീധരൻ, സംസ്ഥാന സെക്രട്ടറി V രാജേഷ്, ജില്ലാ സെക്രട്ടറി K രാജേഷ്, ഭാരവാഹികളായ V ശിവദാസ്, M ഗിരീഷ്, SV ശരത്, V ഹരിദാസ്, ശശി ചോറോട്ടൂർ, രാജേഷ് ചെത്തല്ലൂർ, K രാജേശ്വരി, NV ശശി, PK ബൈജു എന്നിവർ സംസാരിച്ചു.